ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. നിങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പുകളും നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. ഇന്ന് മുസ്ലിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങളൊന്നല്ല, അവർക്കിടയിൽ അവർ സ്വയം നിശ്ചയിച്ച അതിർവരമ്പുകൾ അവരകത്തിരിക്കുന്നു. ആൾക്കാർക്ക് പരസ്പരം കണ്ടാൽ സലാം പറയുന്നതിന് ബുദ്ധിമുട്ടാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളുടെ പേരെന്താണ്? സുഖം തന്നെ. നിങ്ങളേതാ ഗ്രൂപ്പ്? അവിടെയാണ്. ഒരുത്തൻ അവൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവനാണ് മറ്റേയാൾ എന്ന് അറിഞ്ഞാൽ എല്ലാവരും ചോദിച്ചു ഇന്നാളെ ആ ഗ്രൂപ്പ് അപ്പള്ളിയിലാണ് പോകുന്നത്, ഇന്ന ഗ്രൂപ്പിലാണെന്ന് അറിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് വീണ്ടും പറയും. നേരത്തെ പറഞ്ഞ സലാമോ അതൊരു സാദാ സീദാ സലാം. രണ്ടാമത് പറഞ്ഞതാണ് യഥാർത്ഥ സലാം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പേരിലുള്ള നിങ്ങളുടെ ബന്ധം, ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ നിശ്ചയിച്ച ബന്ധം നിങ്ങൾ ഒരിക്കലും ദീനിൻ്റെ പേരിലല്ലാതെ അകറ്റാൻ പാടില്ല. ദീനിൻ്റെ പേര് സഹോദരങ്ങളാണ്. അൽ മുസ്ലിം അഖുൽ മുസ്ലിം. റസൂലുള്ളാഹി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം സഹോദരനാണ് മറ്റൊരു മുസ്ലിമിന്. ലാ യസ്ലിമുഹു വലാ യഖ്ദുലുഹു. ഒരു മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിനോട് അനീതി കാണിക്കാൻ പാടില്ല, അതിക്രമം കാണിക്കാൻ പാടില്ല. മുസ്ലിമിനോട് കൂടുതൽ ബാധ്യതയുണ്ട്. അതുകൊണ്ട് വേറെയുള്ളവരുടെ അതിക്രമം കാണിക്കാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്. മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള കാരുണ്യത്തിൻ്റെയും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ അവരുടെ ഉപമ കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമാണ്. ചില ആൾക്കാർ വേറെ ആൾക്കാർ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി അറിഞ്ഞാൽ ഓനത് അയൽപ്പെട്ടവനല്ലേ, ഓനെന്നെ വേണം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടുകളിൽ മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാർത്ത വായിച്ച് നമ്മൾ പലർക്കും അത്തരം വാർത്തകൾ ഒരു തിരിഞ്ഞു നോക്കാൻ പോലും അർഹതയില്ലാത്ത വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പേരിലുള്ള ബന്ധം നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണിത്. ഒരിക്കലും ഒരാൾ, ഞാൻ തമാശയായി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് കൂടിയല്ല, ഒരിക്കലും ഒരാൾ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ അയാളിങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരാൾ നടന്നു പോയി. അയാൾ കടമ സലാം അടിക്കുന്നതാണ്. ഇയാൾ സലാം അടിക്കില്ല. അല്ല, നിങ്ങളെന്ത് സലാം അടക്കാൻ? ഓനൊരു ബംഗാളി. അയാൾ പറഞ്ഞു വാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ? റദ്ദുസ്സലാം, സലാം അടക്കല. എത്ര ആളുകൾ പരസ്പരം കണ്ട സലാം അടക്കില്ല, ഗ്രൂപ്പ് മാറിയതിൻ്റെ പേരിൽ, ടീം മാറിയതിൻ്റെ പേരിൽ. ഇങ്ങനെ ആകരുത് എൻ്റെ സഹോദരങ്ങളെ. ഇസ്ലാമിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുക, ദീനിൻ്റെ പേരിൽ ഐക്യപ്പെടുക. പരസ്പരം കണ്ടാൽ അകന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. ഹദീസിൽ